സോ എല്ലാവർക്കും ഡിബ്രോസ്റ്റേ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ മച്ചാമാരെ, നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണം നമ്മുടെ പൊളിറ്റിക്സിലൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സിനിമയിലും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്മാരെ ആ പൊളിറ്റിക്സിലോട്ട് കടന്ന നടന്മാരെയൊന്നും പിന്നെ കാണാറില്ല. പക്ഷേ പൊളിറ്റിക്സിൽ കയറിയതിന് ശേഷം നമ്മളെ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രം പുറത്തുവരാൻ പോവുകയാണ്. JSK എന്നാണ് സിനിമയുടെ പേര്. അതായത് ഫുൾ ഫോം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ടീസറാണ് വന്നേക്കണത്. സോ അനുപമ പരമേശ്വരനൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്. പിന്നെ ഗിബ്രാനാണ് മ്യൂസിക് ചെയ്യണത്. ഗിബ്രാൻ എന്ന് പറയുമ്പോൾ മറ്റേ വലിമ എന്ന് പറഞ്ഞ സിനിമ, നമ്മൾ അജിത്തിൻ്റെ വലിമ എന്ന് പറഞ്ഞ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷേ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ജാനകി മിക്കവാറും എന്തെങ്കിലും ഒരു വക്കീലായിട്ടാണ് നമ്മൾ സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പോൾ ഏതൊരു കേസിൻ്റെ ഒരു വിഷ്വൽ നമ്മൾ പ്രതിയോ വീണ്ടും വീണ്ടും അല്ലെങ്കിൽ കാണുകയാണെങ്കിൽ ആളായിരിക്കും കേസ് ഏതെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്ത് മൊമെന്റിൽ നിൽക്കുന്നത്. അത് നമ്മളോട് പുതിയൊരു കാര്യം പറയും. ഓക്കെ. ഓ, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി 153 പടമാണോ? I'm against a criminal. An inhuman. ഇൻഹ്യൂമൻ. ഒരു കൾപ്രിറ്റിന് പറയുകയാണ്. അവർക്കറിയുന്ന പണി അവരെടുക്കട്ടെ, നമുക്ക് നമ്മുടെ പണി കൊടുക്കാം. അത്രേ ഉള്ളു. പുള്ളിക്കാരന് കുറേ നാളായല്ലേ സിനിമയിലൊക്കെ കണ്ടിട്ട്. അപ്പൊ സത്യം ചെയ്യുന്ന സ്ഥലമൊന്നും അല്ലേ സാറേ ഈ കോടതി? തെളിവുകൾ ജയിക്കുന്നവർ, അതാണ് കോടതി. പുള്ളിക്കാരൻ്റെ ഒരു പണ്ടത്തെ ഒരു ഡയലോഗ് വരെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു വക്കീലിനോട് സംസാരിക്കാം, പക്ഷെ താൻ തോന്നിയോട് ഏതാടാ ഷോട്ട്? ഒബ്ജക്ഷൻ ഓവർ. റിലീസ് ഡേറ്റ് ഒന്നുമില്ലേ? സോ പാനിൻ്റെ റിലീസ് ഡേറ്റ് ഉണ്ടല്ലോ. ഇൻ സിനിമാസ് ഫ്രം ജൂൺ 20 എന്നാണ്. ഇന്ന് ഏതാ ഡേറ്റ്? അടുത്തിൻ്റെ അടുത്ത് ആഴ്ച റിലീസാവണേന് ടീസർ തന്നെ ഇപ്പോഴാണ് പറഞ്ഞത്. അപ്പം ഇനി ട്രെയിലർ ഉണ്ടോ? അതിന് ടീസർ മാത്രമേ ഉള്ളൂ. സോ എന്തായാലും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതാണ് മിക്കവാറും. ജാനകി എന്ന് പറയുന്നത് നമ്മൾ അനുപമ പരമേശ്വരൻ ആവാൻ നമുക്ക് അറിഞ്ഞുകൂടാ. സോ എന്തായാലും അതിൽ അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് ചെകഞ്ഞ് കയറേണ്ട കാര്യമില്ല. സിനിമ പറയുമ്പോൾ അപ്പോൾ തന്നെ കണ്ട് മനസ്സിലാക്കാം. പക്ഷേ ഗൈസ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഡ് ഡ്രാമ ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടൊരു സിനിമയുണ്ട്, പൃഥ്വിരാജാണ് അതിലെ നായകൻ. സോ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു സിനിമ ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ അതിന് കോമ്പറ്റേറ്റീവ് ആയിട്ട് വേറൊരു മൂവിയും കൂടെ ഉണ്ട്. അത്രയും അതിൻ്റെ അടുത്ത് എത്തൂലെങ്കിലും കൂടുതൽ പേർക്ക് ആ ഒരു സിനിമയും കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ട്. സോ എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോ ഡ്രാമ തീർച്ചയായിട്ടും നാളെ കമൻറ്റ് ചെയ്യണം. ഈ ഒരു സിനിമയെ പറ്റി പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ല, തിയേറ്ററുകാരുടെ അപ്പം അറിയാം. കാരണം ഒരു കോ ഡ്രാമയാണ്. അതെങ്ങനെ സ്ക്രീൻ പ്ലേ വൈസ് എങ്ങനെ അവതരിപ്പിക്കുന്നതിലാണ് കാര്യം. സോ എന്തായാലും പൊളിറ്റിക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരനെ സിനിമയിലൊന്നും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പണ്ടത്തെ ആ ഒരു വക്കീലിൻ്റെ കോട്ടൊക്കെ ഇട്ടുണ്ടെന്ന്. ആ കോടതിയിൽ നിന്ന് തീ തുപ്പും പോലെ കുറേ ഡയലോഗ് വരും. അത് ഇതിൽ കാണാൻ പറ്റില്ലെന്ന് അറിയില്ല. അങ്ങനത്തെ ഡയലോഗ്സും കാര്യങ്ങളും കാണാൻ പറ്റുമെന്ന് അറിയില്ല. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം. കാരണം പ്രായമായി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. അതുപോലത്തെ ഡയലോഗ്സ് കാണാൻ ചാൻസസ് വളരെ കൂടുതലാണ്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ശരി. ഒരു മിനിറ്റ്. ഇവിടെയല്ല സ്റ്റോപ്പ് അടിക്കല്ല. അപ്പോൾ ശരി, മറ്റേ നല്ല വീഡിയോയിൽ കാണുന്നവരെ ബൈ.